മോട്ടറോളയുടെ മോട്ടോ G86 പവർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ തന്നെയാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ മോട്ടോ G86 പവർ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പൊതുവേ നമുക്ക് 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനാണ് കിട്ടാറ്. 1.5K റെസൊല്യൂഷൻ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ POLED പാനലാണ് ഇതിൽ വരുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 720 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 nits ആണ്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6720 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി പെർഫോമൻസിൻ്റെയും പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അവിടെയും കോംപ്രമൈസുകളൊന്നും വരുത്തിയിട്ടില്ല. 5G സപ്പോർട്ട് ഉണ്ട്. 11ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NFC സപ്പോർട്ടൊന്നും ഇതിലില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സോണി LYT600 സെൻസറാണ്. പിന്നെ ഇതിൽ OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെയും കോംപ്രമൈസുകൾ വരുത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത് 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻസർ മാക്രോ സെൻസറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ 3-in-1 ഫ്ലിക്കർ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ക്യാമറയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള കോംപ്രമൈസുകളൊന്നുമില്ല. വോയിസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. നല്ലൊരു മെയിൻ ക്യാമറ സെൻസറൊക്കെ തന്നെയാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെയും കോംപ്രമൈസുകളില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 198 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.65 mm ആണ്. പിന്നെ IP6869 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. MIL STD 810Hന്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള HelloUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇപ്പോൾ ഈ 1 കൊല്ലത്തെ OS അപ്ഡേറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് കുറഞ്ഞത് ഒരു 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് എങ്കിലും കൊടുത്തിട്ടെങ്കിൽ നന്നായേനെ. ഇപ്പം സാംസങ് ഒക്കെ കുറേ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് അറ്റ്ലീസ്റ്റ് 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് എങ്കിലും കൊടുക്കായിരുന്നു. എന്തായാലും അത് മാത്രമാണ് കുറച്ചൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ബാക്കിയൊക്കെ നല്ല ഫീച്ചേഴ്സ് ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. ഓഗസ്റ്റ് 6 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ തന്നെയാണ് ഇത്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള കോംപ്രമൈസുകൾ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 1 കൊല്ലത്തേക്ക് ലഭിക്കൂ എന്നുള്ളത് പറയാവുന്നതാണ്. പക്ഷേ എന്നാലും ബാക്കി മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോഴത്തതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.